വെച്ച കണ്ണാടി വിളക്കുമീടം വെണ്ണാതൽ പൂക്കുല വെണ്ണച്ചാന്ത് പൂക്കുലയും നല്ല വെള്ളരിയും വിളക്കും തുളസിമാല ഇന്ദ്രസുഖന്റെ തവസു കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തര മലബാറിലെ ആടിവേടൻ തെയ്യം, നമ്മളെ കുഞ്ഞി തെയ്യമാണ്. അപ്പോൾ കർക്കിടക മാസത്തിലെ ആദികളും വ്യാധികളും ആറ്റാൻ എല്ലാ വീട്ടിലേക്കും നമ്മളെ ആടിവേടൻ തെയ്യം എത്താറുണ്ട്. ശിവപാർവതി സങ്കല്പത്തിലാണ് കേട്ടോ ഈ ആടിവേടൻ തെയ്യമെല്ലാം കെട്ടിയാടുന്നത്. ശിവനും പാർവതിയും ആടിയും വേടനും ആ ഒരു സങ്കല്പത്തിലാണ് ആടിവേടൻ തെയ്യം വരാം. അപ്പോൾ നമ്മൾ ആടിവേടൻ തെയ്യം ചെണ്ടയും അതുപോലെ തന്നെ പാട്ടും ആയിട്ടാണ് വീട്ടിലേക്കെല്ലാം വരാം. അപ്പം യാത്രാവേളയിലൊന്നും വാദ്യങ്ങളെ അകമ്പടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയാൽ മാത്രമേ ഉണ്ടാവും. അപ്പം ആദ്യം നമ്മുടെ തറവാടും അമ്പലത്തിലും ആടിവേടൻ തെയ്യം പോവും. അതിനുശേഷം നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലേക്കും ആടിവേടൻ തെയ്യം കെട്ടിയാടും. അപ്പം ചെറിയ ചെറിയ നൃത്ത ചുവടുകളും അതുപോലെ തന്നെ ചെണ്ടയുടെയും അതുപോലെ തന്നെ പാട്ടിൻ്റെയും അകമ്പടിയോടെ നമ്മുടെ വീട്ടിലേക്ക് ആടിവേടൻ എത്തും. അപ്പം നമ്മൾ പൈസയോ അതുപോലെ നെല്ലോ അതുപോലെ വീട്ടിലുള്ള നമുക്ക് അരിയോ എല്ലാം ആടിവേടൻ തെയ്യത്തിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആടിവേടൻ തെയ്യം നമ്മളെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ കുരിശി എറിയുന്ന ഒരു വെള്ളം നമ്മളെ വീടിൻ്റെ പുറത്ത് വിളക്ക് കത്തിച്ച് അങ്ങനെ ചുറ്റും ഒഴിക്കും. അതോടുകൂടി നമ്മളെ ആദികളും വ്യാധികളും എല്ലാം മാറും എന്നാണ് നമ്മളെ ഒരു സങ്കല്പം കേട്ടോ. ആടിവേടൻ തെയ്യം പ്രധാനമായും നമ്മളെ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർ മലയ സമുദായത്തിൽപ്പെട്ടവരെല്ലാം കെട്ടിയാടുന്നുണ്ട്. അപ്പം നമ്മളെ ഓണത്തിന് തലേന്നുള്ള ഉത്രാട ദിവസത്തിലും ഓണത്താറായിട്ട് നമ്മളെ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരെ ആടിവേടൻ തെയ്യം എത്തും. അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ കാണുന്ന ഇത് മലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ആടിവേടൻ തെയ്യമാണ്. അപ്പം വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർക്ക് നമ്മൾ മഞ്ഞൾ വെള്ളമാണ് കുരിശിയായിട്ട് മറിക്കുക. അതുപോലെ തന്നെ മലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ മഞ്ഞൾ വെള്ളവും ചുണ്ണാമ്പും ചേർത്തിട്ടാണ് കുരിശിയായിട്ട് ഒഴിക്കാറ് കേട്ടോ. ഇരഴാകും ലോകത്തിലെ മാലൂരെന്നൊരുണ്ടേ കാണേ ആടി വന്നാടിട കോട പുറക്കുന്നു തോറുമേ ദേവതമാ